സർ രവിചന്ദ്രനോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് എന്റെ എതിർ സംവാദകൻ എന്ന് പറഞ്ഞ വാക്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം കൈയടിക്കാൻ പാടില്ല. അത്രയും ചിന്തിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക. കാരണം അദ്ദേഹത്തിന്റെ വേദാന്ത പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് വേദാന്തത്തെ കുറിച്ച് ഒരു വസ്തു അറിയില്ല. കാരണം ഒരു ശാസ്ത്ര രീതിയിൽ, അത് ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ഏതെങ്കിലും ശാസ്ത്രമാകട്ടെ, അത് പഠിക്കുന്നതിനൊരു സമ്പ്രദായമുണ്ട്. ഒരാൾ കോളേജിൽ പോകാതെ, ലബോറട്ടറിയിൽ പോകാതെ, പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യാതെ കേവലം പുസ്തകം വായിക്കുക, വീട്ടിലിരുന്ന പുസ്തകം വായിക്കുക മാത്രം ചെയ്തുവെങ്കിൽ അത് ഒരു സയൻസിൻ്റെതായ രീതിയിലുള്ള അല്ലെങ്കിൽ സയന്റിഫിക് വേയിലുള്ള ഒരു സയൻസ് പഠനമാണെന്ന് ഞാൻ അംഗീകരിക്കില്ല. എല്ലാ ശാസ്ത്രങ്ങൾക്കും, അത് വേദാന്തമെന്നോ സാഖ്യമെന്നോ പറയേണ്ടതില്ല, എല്ലാ ശാസ്ത്രങ്ങൾക്കും, അത് മോസ്റ്റ് മോഡേൺ ആയി നമ്മൾ പറയുന്ന ഏത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, ഏത് ശാസ്ത്രത്തിനും പഠനത്തിനൊരു സമ്പ്രദായ ശുദ്ധിയുണ്ട്. ആ ശുദ്ധിക്ക് അനുസരിച്ച് ആ രീതിയിലൂടെ പഠിച്ചാൽ മാത്രമേ ആ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ പറ്റൂ. അതല്ലാതെ ബാഹ്യമായി പ്രത്യേകിച്ച് വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലും മാത്രം പഠിക്കുകയാണെങ്കിൽ ആർക്കും ഏതിനെ കുറിച്ചും പഠിക്കാം.